ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10th സ്റ്റാൻഡേർഡിലെ മാത്സ് ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. മാത്സ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇപ്പൊ രണ്ടാമത്തെ ചാപ്റ്ററിൽ തുടങ്ങുകയാണ്. ആദ്യത്തെ ഭാഗമാണ് സർക്കിൾസ്. സർക്കിൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. വൃത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരയ്ക്കാൻ നമുക്കൊക്കെ അറിയാം. ഇവിടെ ഒരു സർക്കിൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പോയിന്റ്സ് അല്ലെ, കുറച്ച് പോയിന്റ്സുകൾ ഇങ്ങനെ കുത്തിട്ട് അത് യോജിപ്പിച്ചാൽ ആ തുടങ്ങിയോടത്ത് തന്നെ ഇങ്ങനെ വന്ന് അവസാനിക്കുന്നത് സർക്കിൾ. സർക്കിളിന്റെ പ്രത്യേകതകൾ പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ പോലെ കുറെ പഠിച്ചു. സർക്കിളിന്റെ പെരിമീറ്റർ പഠിച്ചു, ചുറ്റളവ്. സർക്കിളിന്റെ പിന്നെന്താണ്? ഏരിയ, പരപ്പളവ് പഠിച്ചതല്ലേ. പിന്നെ സർക്കിളിലെ കോഡ് എന്താണെന്ന് പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്? കോഡ് പഠിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഇസ് എ സെന്റർ ഫോർ ദ സർക്കിൾ അല്ലെ. സർക്കിളിന് നമ്മൾ ആദ്യം തന്നെ എന്താ പറയുന്നത്? സെന്റർ. സർക്കിളിന്റെ സെന്ററിന് നമ്മൾ O കൊടുക്കുകയാണെങ്കിൽ വൃത്തകേന്ദ്രം. എന്താണ് വൃത്തകേന്ദ്രത്തിന്റെ പ്രത്യേകത? കേന്ദ്രത്തിൽ നിന്ന് എങ്ങോട്ട് വരച്ചാലും ഈക്വൽ ലെങ്ത്. അപ്പൊ ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നല്ലോ? ഒരു പോയിന്റിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? ഒരേ അളവിൽ നമ്മൾ വരയ്ക്കുന്നതാണ് ഒരു സർക്കിൾ, ഒരു വൃത്തം അല്ലെ. ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ്, എവിടെയെങ്കിലും ഒരു പോയിന്റിന് നിശ്ചിത അകലത്തിൽ നമ്മളിങ്ങനെ ചുറ്റും ഒരേ അളവിൽ വരച്ചാൽ ദാറ്റ്സ് എ സർക്കിൾ, അതാണ് വൃത്തം. അപ്പൊ വൃത്തത്തിന്റെ പ്രത്യേകത, ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഈ വരയ്ക്കുന്നതാണ് റേഡിയസ്. വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക്, വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ വരച്ചാൽ ആ ലൈനെയാണ് നമ്മൾ പറയുന്നത് റേഡിയസ്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങിയതാ അല്ലെ. ഇനി ഇത് നീട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ടറ്റങ്ങൾ വൃത്തത്തിന് കേന്ദ്രത്തിൽ കൂടെ പോകുന്ന ഈ ലൈൻ വരച്ചാൽ ദിസ് ഇസ് ദ ഡയമീറ്റർ അല്ലെ. ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ആറാണ്. ഇതൊരാറ്, ഇതൊരാറ് അല്ലെ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ്. അപ്പൊ ഡി എത്രയാണ്? 2R റേഡിയസ്. 2 റേഡിയസ് കൂടുന്നതാണ് ഒരു ഡയമീറ്റർ, വ്യാസം. 2 ആരങ്ങൾ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് ആരം. ഈ വൃത്തത്തിലെ എവിടേക്ക് വരച്ചാലും ആരങ്ങൾ തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചുറ്റളവ്. ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താ? ചുറ്റളവ് പെരിമീറ്റർ കാണാനുള്ള, സർക്കിളിന്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുലയാണ് 2πr. പഠിച്ചിട്ടുള്ളതല്ലേ. വൃത്തത്തിന്റെ ചുറ്റളവ് എല്ലാ ഫോർമുലാസും എഴുതി വെക്കാം കേട്ടോ. വൃത്തത്തിന്റെ ചുറ്റളവ് 2πr ആണ്. ആൻഡ് ദെൻ ഏരിയ, പരപ്പളവ്. എന്താണ് ഏരിയ? ഇത് പെരിമീറ്റർ. ഏരിയ ഈസ് ഈക്വൽ ടു പരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? πr സ്ക്വയർ. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? πr സ്ക്വയർ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ സർക്കിളിനെ കുറിച്ച് പഠിച്ചാൽ? കഴിഞ്ഞ പോലെ നമ്മൾ പഠിച്ചു, കോഡ് പഠിച്ചു ഇല്ലേ. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ഒരു വൃത്തത്തിന്റെ എവിടേക്കായാലും കേട്ടോ, ഏതൊരു പോയിന്റിൽ നിന്നായാലും വൃത്തത്തിന്റെ മറ്റൊരു പോയിന്റിലേക്ക് ഒരു ലൈനിന്റെ 2 അറ്റങ്ങൾ വൃത്തത്തിലാണെങ്കിൽ ദാറ്റ്സ് എ കോഡ്. അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ. ഈ ഞാനുകൾ എന്ന് പറഞ്ഞാൽ ഞാനിന്റെ എപ്പോഴും 2 അറ്റം എവിടെയായിരിക്കും? വൃത്തത്തിൽ. എവിടേക്ക് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് വരച്ചു തുടങ്ങിയാൽ ഞാനുകൾ ഇങ്ങനെ നിറയെ നമുക്ക് വരയ്ക്കാം, ഇങ്ങനെയും വരയ്ക്കാം. പക്ഷെ നമ്മളൊന്ന് കഴിഞ്ഞ് പഠിച്ചു വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് കോഡ്, ഏറ്റവും നീളം കൂടിയ ഞാൻ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പഠിച്ചത്. ഈ പാഠം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, എല്ലാ പാഠം എളുപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പാഠം കുറെ തെളിയിക്കാൻ നമുക്ക് വരുന്നതാണ്. അപ്പോ കുറച്ച് തിയറികളുണ്ട്, കുറച്ച് തെളിയിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ആ തിയറികളൊക്കെ ശരിക്കും മനസ്സിലാക്കി വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പാഠം തന്നെ നമുക്ക് ആ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നല്ല സുഖമായിരുന്നു അല്ലെ. പക്ഷെ ഇതല്ല, നമ്മൾ പഠിച്ചിരിക്കുന്ന, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച തിയറികളൊക്കെ നമ്മൾ റിവൈൻഡ് ചെയ്യണം. ആ തിയറികൾ ഓർത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. പ്രൂവ് ചെയ്യാൻ തന്നെ എളുപ്പമാണ്. പക്ഷെ വെറുതെ ബൈഹാർട്ട് പഠിക്കാൻ ഒന്നും പറ്റില്ല കേട്ടോ. നമ്മൾ ഓർത്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാം. കാരണം ഒരു രീതിയിൽ തന്നെ ആവുന്നില്ല, വേറെ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഏത് രീതിയാണ് നമ്മൾ ഉപയോഗിക്കണേ അതൊന്നും അവിടെ സ്പെസിഫൈ ചെയ്യണം. നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോ ഏത് രീതിയാണെങ്കിൽ അത് നമ്മൾ എഴുതാം. ഞങ്ങൾ ഈ തിയറി വെച്ചാണ്, നമ്മൾ തിയറി ഒന്ന് ബ്രാക്കറ്റിൽ എഴുതി വെച്ചാൽ അത് നോക്കണവർക്ക് സുഖമാണ്. അപ്പൊ നമുക്ക് അറിയേണ്ടത് നമ്മൾ പഠിച്ച എല്ലാ തിയറികളും ഒന്ന് ഓർത്ത് വെക്കണം. അപ്പൊ ഇവിടെ നമ്മൾ കോഡിനെ കുറിച്ച് പഠിച്ചു. കഴിഞ്ഞ നമ്മൾ പഠിച്ചതാണ് വിച്ച് ഇസ് ദ ലോങ്സ്റ്റ് കോഡ്. ഏറ്റവും നീളം കൂടിയ കോഡ് ഏതാണ്?
ആണ്. ഏതായിരിക്കും? ഒന്ന് ഓർത്ത് നോക്കുക എല്ലാവരും. ഞാൻ പറഞ്ഞു തരാം. ഇതൊരു കോഡാണ്. ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച ഒരു കോഡാണ്. ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് വരച്ച ഒരു കോഡ്. ഈ മൂലയിൽ നിന്ന് ഇങ്ങോട്ട് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. സോ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ് കോഡ്? ഓക്കെ, ഇതാണ് ലോങ്സ്റ്റ് കോഡ്. ഈ സർക്കിളിന്റെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിൽ നിന്ന്. സോ ഡയമീറ്റർ ഏതാ? വ്യാസം. വ്യാസമാണ് ഏറ്റവും വലിയ കോഡ്, ഏറ്റവും വലിയ ഞാൻ. എഴുതി വെച്ചോ എല്ലാവരും. എന്താ? ഒരു വൃത്തത്തിലെ ഏറ്റവും വലിയ ഞാൻ ഏതാ? ഏറ്റവും വലിയ the largest chord is a diameter. കിട്ടി ഇല്ലേ? ഈ ഡയമീറ്റർ ഇത് ഒരെണ്ണം മാത്രമല്ല കേട്ടോ. നോക്കി, ഈ പോയിന്റിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം, ഇങ്ങോട്ട് വരയ്ക്കാം, നിറയെ വരയ്ക്കാം. നമ്മുടെ ടെക്സ്റ്റില് നമുക്ക് ഇവിടെ വരച്ചവര് കാണിച്ചിരുന്നത് ഇവിടെ എത്ര എണ്ണം വേണമെങ്കിൽ ഒരു സർക്കിളിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും വരച്ചാലും നമുക്ക് ഡയമീറ്റർ ആവും. ഇവിടെ ഇനി അടുത്തത് നമുക്ക് പറയുന്നത് നമുക്കൊരു തിയറി പ്രൂവ് ചെയ്യാനാണ് ഈ കൊല്ലം പഠിക്കാനുള്ളത്. അപ്പൊ കോഡ് പഠിച്ചു നമ്മള്. ഏറ്റവും ലോങ്സ്റ്റ് കോഡ്, ഡയമീറ്റർ, റേഡിയസ്, ഇത്രയും ബേസിക് ആയിട്ട് പഠിക്കാനുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. വൃത്തത്തിന്റെ നമ്മളിപ്പോ ഇവിടെ വൃത്തത്തിന്റെ ഒരു ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. എ ബി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? ചാപം, ആർക്ക് എ ബി അല്ലെ? എ ബി എന്ന് പറയുന്ന ഒരു ആർക്കാണ് അല്ലെ? ഇതാണ് നമ്മുടെ ആർക്കെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഈ ഭാഗം എന്തായിരിക്കും? തുടക്കം തുടങ്ങി ശരിക്കും കേൾക്കുക, എല്ലാവരും ശ്രദ്ധിക്കാട്ടോ. ഇതാണ് നമ്മുടെ എ ബി. അപ്പൊ ഈ ഭാഗം എന്തായിരിക്കും? ദാറ്റ് ഈസ് എന്താണ്? കോംപ്ലിമെന്റ് ആർക്ക്, മറുചാപം. ഇതാണ് നമ്മുടെ ചാപമെങ്കിൽ ഇത് എന്താണ്? മറുചാപം എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് ചാപം. നമുക്ക് ചാപം എ ബി, ആർക്ക് എ ബി. അപ്പൊ ഇതാണ് കോംപ്ലിമെന്റ് ആർക്ക്. കിട്ടിയേ? ഇനി നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് ഓർക്കാം. ഓരോ കണക്കുകൾ വരുമ്പോൾ നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഓർമ്മ വരുമ്പോൾ തിയറികൾ ഓരോന്ന് പറയാം. ഇപ്പൊ കോമൺ ആയിട്ട് ഞാൻ ഇത്രയാണ് ഇപ്പൊ ഓർത്തത്. ഇനി നമുക്ക് ഓരോ തിയറികൾ വരും. നമ്മൾ കഴിഞ്ഞ പഠിച്ച തിയറികൾ വരുമ്പോൾ നമുക്ക് ഓർത്ത് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് ഒരു തിയറിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ചെയ്ത കണക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ വരച്ചാൽ സർക്കിൾ വരയ്ക്കാം. ഒരു സർക്കിളില് നമ്മളോട് ആദ്യം തന്നെ ഒരു ഡയമീറ്റർ എ ബി. ഡയമീറ്റർ എ ബി എന്നിരിക്കാണ്. നമ്മൾ പറഞ്ഞു തരുമ്പോൾ നോക്കാട്ടോ. നിങ്ങൾ ഓർത്ത് നോക്കുക. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്ക്. കഴിഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് കേട്ടോ. ഇതാണ് എ ബി എന്ന് പറയണം. എ ബി എന്താണ്? ഇവിടുത്തെ സർക്കിളിലെ വ്യാസം, ഡയമീറ്റർ. ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തിൽ നിന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റ് വയ്ക്കാം കേട്ടോ. എവിടെയായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിച്ചാൽ തിയറി ആർക്കെങ്കിലും ഓർമ്മ വന്നോ? എന്താണ് തിയറി? ഈ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തിൽ നിന്ന് യോജിപ്പിച്ചാൽ, ഈ രണ്ടറ്റത്തിൽ നിന്ന് നമ്മൾ ഇങ്ങനെ യോജിപ്പിച്ചാൽ, സർക്കിളിലേക്ക് യോജിപ്പിച്ചാൽ ദിസ് ആംഗിൾ വിൽ ബി 90 ഡിഗ്രി. എന്താണ് അത് കാരണം? അത് 90 ഡിഗ്രി ആണെന്ന്, 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് തിയറി നമ്മൾ പഠിക്കുന്നത്. പണത്തിൽ തന്നെ മനസ്സിലായോ? തിയറി ഞാൻ എഴുതി വയ്ക്കാൻ പിന്നെ പറഞ്ഞു തരാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്. ദിസ് ഇസ് 90 ഡിഗ്രി പ്രൂവ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് നമ്മൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിളിന്റെ കേന്ദ്രം ഇതല്ലേ സെന്റർ ഓഫ് ദ സർക്കിൾ. നമ്മൾ O കൊടുക്കുകയാണെങ്കിൽ, സെന്റർ ഓഫ് ദ സർക്കിൾ O കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഇങ്ങോട്ടൊന്ന് യോജിപ്പിക്കാം. ഇതിങ്ങനെ യോജിപ്പിക്കാം. ഇവിടെ ABC കൊടുത്തു. ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് ഇവിടെ BO എന്താണ്? റേഡിയസ് അല്ലേ? BO എന്താണ്? റേഡിയസ്. AOയും റേഡിയസ് ആണ്. BO റേഡിയസ് ആണ്, AO റേഡിയസ് ആണ്. പിന്നെ ഈ COയോ അതും റേഡിയസ് ആണ് അല്ലേ? നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രണ്ട് ട്രയാങ്കിൾ ആക്കിപ്പോയത് അല്ലെ? ഏതെങ്കിലും ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. COB എടുക്കാം. ഇറ്റ്സ് ആൻ what kind of a triangle? ഏത് തരത്തിലുള്ള ത്രികോണം? കണ്ടിട്ട് എന്താ തോന്നിയ? എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നമ്മൾ കഴിഞ്ഞ പഠിച്ചിരുന്നു ത്രികോണങ്ങളെ. എങ്ങനത്തെ ത്രികോണങ്ങളാ? സമപാർശ്വ ത്രികോണം, സമഭുജ ത്രികോണം, മട്ട ത്രികോണം, ഇതൊക്കെ പഠിച്ചു ഓർമ്മയില്ലേ? അപ്പൊ ഇവിടെ ഇത് ഏത് തരത്തിലുള്ള ത്രികോണം? ഇതിന്റെ ഈ വശവും
ഈക്വൽ ആണ്. സോ ഇറ്റ്സ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. അതെന്താണ്? ഒരു സമപാർശ്വ ത്രികോണം അല്ലെ? സമപാർശ്വ ത്രികോണത്തിന്റെ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറി? ഇതാണ് നമ്മളെ എല്ലാ തിയറികളും നമ്മൾ ഓർക്കണം, അല്ലാണ്ട് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. തിയറി ഞാൻ പറയുന്നത് നിങ്ങളൊരു പേജിൽ വേറെ എഴുതി വെക്കാം കേട്ടോ. ഇത് ഞാൻ എപ്പോഴും പറയേണ്ടത് ടെക്സ്റ്റ് നോട്ട് ഫസ്റ്റ് പേജ് വിടാനായിട്ട്. ഫസ്റ്റ് പേജ് സർക്കിൾസ് എഴുതിയിട്ട് ഒരു പേജ് വിടാൻ നമ്മൾ ഫോർമുലാസ് തിയറീസ് പഠിച്ചതൊക്കെ പാഠത്തിന്റെ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് എക്സാം ഒക്കെ വരുമ്പോൾ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തിയറികളെല്ലാം ഓരോ പേജും മറിച്ച് നോക്കണ്ട, സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മളിപ്പോ പറഞ്ഞ തിയറികളൊക്കെ ഫസ്റ്റ് ഒരു പേജോ അല്ലെങ്കിൽ 2 പേജോ വിടാം. ഈ തിയറികൾ കുറെ ഉണ്ട് ഈ പാഠത്തിൽ. എന്ന് വെച്ചാൽ കഴിഞ്ഞ കൊല്ലം പഠിച്ചതും 8ാം ക്ലാസ്സിൽ പഠിച്ചതും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ തിയറീസ് വരുന്നത് ഒന്ന് നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോഴാണ് നമുക്ക് പ്രൂവിംഗ് എളുപ്പമാവും. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്ന തിയറിയാണ് സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യം. പഠിച്ചതല്ലേ? എന്താണ്? ബേസ് ആംഗിൾസ് ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഐസോസെലസ് ട്രയാങ്കിളിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ നോക്ക് ഇവിടെ ശ്രദ്ധിക്കാം കേട്ടോ. ഒ ബി സി എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളില് ഇത് ഈ വശവും തുല്യം. അപ്പൊ ഈ വശത്തിനെതിരെയുള്ള ഈ ആംഗിളും ഈ വശത്തിനെതിരെയുള്ള ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇത് എക്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? എക്സ് ആണ് അല്ലേ? ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. 2 വശം തുല്യല്ലേ? കാരണം എന്താണ്? ഈ 2 വശം തുല്യാണ്. അതുകൊണ്ട് ഈ 2 ആംഗിൾസ് പാദകോണുകൾ തുല്യം. കിട്ടിയല്ലാതെ ഇനി അടുത്ത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾ എന്താണ്? BOC അല്ലെ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ ആംഗിൾ എക്സ് ആണ്, ഈ ആംഗിൾ എക്സ് ആണ്. പിന്നത്തെ നമ്മൾ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ AOC ആണ്. AOC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോ എന്താ പറയുന്നത്? അതില് AOC നോക്ക. അപ്പൊ ഇവിടെ ഈ വശവും ഈക്വൽ ആണ്. 2 സൈഡ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് അതിന്റെയും ഐസോസെലസ് ആണ്. അതിന്റെയും ബേസ് ആംഗിൾസ് ഈക്വൽ. സമപാർശ്വ ത്രികോണമാണ്. ഈ 2 വശം തുല്യമായിക്കൊണ്ട് അത് സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ? ബേസ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് y കൊടുക്കാം. അപ്പൊ ഇതും എന്താണ്? y ആണ് അല്ലെ? ഇത് രണ്ടും ഒരേ ട്രയാങ്കിൾ തന്നെയാണ്. കാരണം ഈ വശവും തുല്യാണ്, ഇതും തുല്യാണ്. അപ്പൊ എക്സും വേണമെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോ വേറൊരു ട്രയാങ്കിൾ ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമ്മള് സമപാർശ്വ ത്രികോണമായതുകൊണ്ട് എന്താ ചെയ്യുന്നത്? ഇവിടെ വൈയും കൊടുത്തു. ഇനി നമ്മൾ ടോട്ടൽ ട്രയാങ്കിൾ നോക്കാം. ABC. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്ത്? ട്രയാങ്കിൾ BOC എടുത്തു, അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയി. ഇവിടെ ട്രയാങ്കിൾ AOC എടുത്തു, അതിന്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആക്കി. അത്രയല്ലേ? കാരണം രണ്ടിനും തിയറം എഴുതി വെക്കേണ്ടത് ബ്രാക്കറ്റിൽ കാരണം എഴുതണം കേട്ടോ. എന്താണ് കാരണം എഴുതുന്നത്? സമപാർശ്വ ത്രികോണത്തിന്റെ പാദകോണുകൾ തുല്യമാണ് അല്ലേ? അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ABC എടുക്കാൻ. ട്രയാങ്കിൾ ABC എടുക്കുമ്പോ അതിന്റെ ആംഗിൾസ് ഒന്ന് എഴുതാം കേട്ടോ. സം ഓഫ് ദ ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിന്റെ ആന്തരകോണിന്റെ തുക. പറയുമോ എന്താ? അതും പഠിച്ചിരിക്കുന്നതാ. എല്ലാം നമ്മൾ പഠിച്ചതൊന്നും ഓർത്തത് എഴുതാൻ മതി. ഏതാ? ആന്തരകോണിന്റെ തുക. ഇന്റീരിയർ ആംഗിളിന്റെ സം 180 ആണ്. അത് 180 ആയതുകൊണ്ട് ഇത് 3 കൂടി കൂട്ടിയാൽ എത്ര വരണം? 180 വരണം അല്ലെ? അപ്പൊ നമ്മൾ ഈ ആംഗിൾസ് ഒന്ന് എഴുതാം കേട്ടോ. ആംഗിൾ A അല്ലെ പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ B എത്രയാണെന്ന് തെളിയിക്കണം അല്ല? എത്രയാണ്? അത് 180 ആണ്. കാരണം തിയറി എന്താണ്? ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ്. ത്രികോണം ആയതുകൊണ്ട് ത്രികോണത്തിന്റെ 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 ആണ്. ഇനി നമ്മൾ ഈ വശങ്ങൾ എഴുതാം കേട്ടോ. ആംഗിൾ A എന്ന് പറഞ്ഞാൽ എത്രയാണ്? Y പ്ലസ് ആംഗിൾ C എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്ന് പറഞ്ഞാൽ 2 കഷ്ണമുണ്ട് കേട്ടോ. ACOയും BCOയും ഉണ്ട്. അപ്പൊ നമുക്ക് C എന്ന് പറഞ്ഞാൽ 2 ഉണ്ട്. Y പ്ലസ് X ഇത് 2 കൂടി കൂട്ടി അല്ലെ? പ്ലസ് ഇനി ഇതെന്താണ്? ആംഗിൾ B എന്ന് പറഞ്ഞാൽ X ആണ്. ഇത് 180 ആണ്. സോ നീ കൂട്ടാം. Y പ്ലസ് Y എത്രയാണ്? 2Y. X പ്ലസ് X 2X is equal to
180 ആണ്. ഇനി ഇതിൽ നിന്ന് 2 പുറത്തെടുക്കാം. 2 പുറത്തെടുക്കുമ്പോ y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ആണ്. ഇനി 2 അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ y പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 2 അങ്ങോട്ട് കൊണ്ടുപോവോ 180 ബൈ 2 ദാറ്റ് ഈസ് 90 ഡിഗ്രി. എക്സ് പ്ലസ് y പ്ലസ് എക്സ് ഇത് എത്രയാണെന്ന് പ്രൂവ് ചെയ്തു 90 ഡിഗ്രി. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു ഇറ്റ്സ് 90 ഡിഗ്രി. കിട്ടിയില്ലേ എല്ലാവർക്കും? എളുപ്പല്ലേ? കഴിഞ്ഞത് ചെയ്ത കണക്ക് തന്നെയാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞോളം ചെയ്തതാന്ന് പറയുന്നത് നിങ്ങൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഈ സെയിം കണക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ? അപ്പൊ ഇവിടെ ഇത് തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഇവിടെ എക്സും തന്നെ ഇട്ട് കൊടുത്തിരിക്കാം. അപ്പൊ 4x 180 ആണെങ്കിൽ 2x എന്താ വേണ്ടത് 90 ആണ്. അങ്ങനെ പ്രൂവ് ചെയ്യാം. പക്ഷെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ എക്സും വൈ ഇട്ട് കൊടുത്തത്. ആദ്യം ഈ ട്രയാങ്കിളിൽ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ്, പിന്നത്തെ ഈ ട്രയാങ്കിളിൽ ഇവിടെ വൈ ആണെങ്കിൽ ഇവിടെ വൈ. കാരണം രണ്ടിനും കാരണം ഇറ്റ്സ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ. എല്ലാം റേഡിയസ് അല്ലേ? ഇത് റേഡിയസ് ആണ്, ഇത് റേഡിയസ് ആണ്, ഈക്വൽ ആണ്. ഇത് റേഡിയസ് ആണെങ്കിൽ ഇതും റേഡിയസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഇത് കഴിഞ്ഞില്ല എല്ലാവരും? y പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ഇപ്പൊ കിട്ടി 90. therefore എന്താണ് തിയറിയിലേക്ക് എത്തിയത്? ഇനിയാണ് നമ്മൾ ഇപ്പോഴത്തെ തിയറി ആദ്യം എഴുതാൻ. ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ തിയറിയിലേക്ക് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ തിയറി എന്തായിരിക്കും എന്ന് പറഞ്ഞേ? എന്തായിരിക്കും? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ആംഗിൾസ് ഇൻ ദ സെമി സർക്കിൾ ആർ 90 degrees. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അർദ്ധവൃത്തം. ഇത് എപ്പോഴും എ ബി ഡയമീറ്റർ അല്ലേ? എ ബി ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഈ വ്യാസത്തിന്റെ രണ്ടറ്റത്തിൽ നിന്ന് നമ്മൾ വൃത്തത്തിന്റെ എവിടേക്ക് വരച്ചാലും ഇറ്റ്സ് 90 ഡിഗ്രി. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ച തിയറിയിൽ നിന്ന് എന്താ മനസ്സിലായത്? ഇത് വ്യാസമാണ്. ഈ വ്യാസത്തിൽ നിന്ന് നമ്മളിപ്പോ ഇങ്ങോട്ട് വരച്ചു, ഇതും എന്തായിരിക്കും 90 ഡിഗ്രി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരച്ചു, ഇതും എത്രയായിരിക്കും 90 ഡിഗ്രി. മനസ്സിലായോ? കിട്ടിയോ? ചെയ്തു കഴിഞ്ഞെങ്കിൽ ഇനി കണക്ക് തിയറി എഴുതി വെക്കുക. ഫസ്റ്റ് തിയറിയാണ് എഴുതാം. എല്ലാവരും എഴുതാട്ടോ. പേജ് നമ്പർ 39 ഈ തിയറി എഴുതിയിട്ടുണ്ടാവണം. നോട്ടിലേക്ക് നോക്കണം കേട്ടോ, കാണിച്ചു തരണം. If we join the ends of a diameter of a circle to a point on the circle, we get right angle. കണ്ടോ? എന്താ പറയുന്നത്? If we join the end of the diameterന്റെ രണ്ട് അറ്റത്തിൽ നിന്ന് സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ to a point on the circle, അവിടെ നമുക്ക് എന്ത് കിട്ടും? We get right angle. അടുത്തത് ഒന്നും കൂടി കട്ട് ഷോർട്ട് ചെയ്ത് തിയറി എഴുതിയാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ്. റൈറ്റ് മീൻസ് റൈറ്റ് ആംഗിൾ. അതുകൂടി എഴുതി വെക്കാട്ടോ. ആംഗിൾ ഇൻ ദ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. മലയാളം മീഡിയക്കാർ എഴുതാം. ഒരു വൃത്തത്തിലെ സെയിം തിയറി തന്നെ മലയാളം മീഡിയക്കാർക്ക്. വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ, ഇതാണ് വ്യാസം, എ ബി ആണ് ഇതിന്റെ വ്യാസം. ഈ വ്യാസത്തിന്റെ അറ്റങ്ങള് വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? മട്ടത്രികോണമാണ്. എ ബി എന്ന് പറയുന്ന വ്യാസത്തിന്റെ രണ്ട് അറ്റത്തിൽ നിന്ന് സർക്കിളിലേക്ക് നമ്മൾ മുട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, മട്ടത്രികോണമാണെന്ന്. അടുത്തത് തിയറി കൂടി എഴുതിക്കണം. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. എഴുതി എല്ലാവരും. Angles in the semicircle is right angle triangle. ഇതിനെ പ്രൂവ് ചെയ്ത് തിയറി എഴുതി വെക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ തിയറി മാത്രമായിട്ട് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പേജിൽ വെക്കാൻ, അത് ചെയ്യാം. അടുത്ത കണക്ക് തിയറിയാണ് കേട്ടോ. അപ്പൊ ഒന്നാമത്തെ തിയറി എല്ലാവരും പഠിച്ചു കഴിഞ്ഞു, എപ്പ ചോദിച്ചാലും കിട്ടണം കേട്ടോ. എന്താ ഫസ്റ്റ് തിയറി? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് ആംഗിൾ. അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. തെറ്റരുത് എല്ലാവർക്കും. പഠിച്ചോ? അർദ്ധവൃത്തത്തിലെ കോൺ മട്ടക്കോൺ. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ റൈറ്റ് ആംഗിൾ. അടുത്തത് 3 കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഒരു ട്രയാംഗിൾ, ഒരു സർക്കിൾ. ഒരു സർക്കിളിന് നമ്മളിപ്പോ പഠിച്ച തിയറി എന്താ? ഇത് എ ബി അല്ലേ? എ ബി എന്ന് പറയുന്ന തിയറിയില് നമ്മൾ പറഞ്ഞു സർക്കിളിലേക്ക് ഒരു പോയിന്റ് വരച്ചാൽ
സി കൊടുത്തു കഴിഞ്ഞാൽ ഈ സിയുടെ അളവ് എത്രയായിരിക്കും? ഇറ്റ്സ് 90 ഡിഗ്രി. എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രിയാ. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ. തെളിയിച്ചതല്ലേ, എല്ലാവർക്കും മനസ്സിലായില്ലേ? 90 ഡിഗ്രിയാന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു തിയറി ഇത് കൊടുക്കണം. ഒരു പോയിന്റ് ഇവിടെ ഉള്ളിലിടാൻ കേട്ടോ. ഡയമീറ്ററിന്റെ രണ്ട് അറ്റത്തിൽ തന്നെയാണ്. ഡയമീറ്ററിന്റെ സർക്കിളിലേക്ക് വരച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് 90 ഡിഗ്രി. അത് എല്ലാവർക്കും അറിയാം അല്ലെ? പക്ഷെ ഡയമീറ്ററിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരച്ചാൽ ഇറ്റ്സ് എന്താണ്? ഇവിടെ വരയ്ക്കാം. അതുപോലെ തന്നെ പുറത്തേക്ക് ഒരു ബിന്ദു ഇട്ട് നമുക്ക് വരയ്ക്കാം. ഇതിന്റെ ഉള്ളിൽ വരയ്ക്കുന്ന ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഡി കൊടുക്കുകയാണ്. ഡി കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? ഇത് നമുക്ക് ഇവിടെ ഡി കൊടുത്താൽ ഈ ആംഗിൾ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പുറത്ത് ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് വേറൊരു പേര് കൊടുക്കാം. എന്താണ്? ABCD E കൊടുക്കാം. ഈ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇത് നമുക്ക് ആലോചിച്ച് നോക്കാം എല്ലാവരും ഇത് എങ്ങനെയാണ് എന്നുള്ളത് കേട്ടോ. ഇതെന്താണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോ എല്ലാവരും ഇത് പടം വരയ്ക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്യാം.